എ ഐ വന്നാൽ പണി കിട്ടുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. എ ഐയുടെ വളർച്ചയോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയോട് കൂടിയിട്ട് ഇനി മനുഷ്യർക്കൊന്നും പണി ഉണ്ടാവാതെ ആവും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത്രത്തോളം ഒന്നും എ ഐ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സ്ട്രോങ് എ ഐ ആയാൽ മാത്രമേ ജനറലായിട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ എ ഐക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പണ്ട് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മറ്റ് ടെക്നോളജിയൊക്കെ വന്ന സമയത്ത് ഇതുപോലത്തെ പേടികൾ ആളുകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഷോർട്ട് ടേമിൽ, അതായത് ഒരു 10-20 വർഷത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ജോലികൾ ഇല്ലാതാവുന്ന അവസ്ഥയൊന്നും വരാൻ പോകുന്നില്ല. സത്യത്തിൽ കമ്പ്യൂട്ടർ എത്രത്തോളം നമ്മളുടെ വർക്കിനെ എളുപ്പമാക്കി, അല്ലെങ്കിൽ നമ്മുടെ ജോലികളെ എളുപ്പമാക്കി, അതുപോലെ ഒരു ടൂളായിട്ട് എ ഐ പ്രവർത്തിക്കാനാണ് സാധ്യത. ഒരു ഉദാഹരണത്തിന്, നമ്മൾ എഴുതുന്ന ടെസ്റ്റിലെ ഗ്രാമർ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിലെല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതായത് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ വിക്കിപീഡിയ ഒക്കെ പോലെയുള്ള സോഴ്സുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ വായിച്ച് മനസ്സിലാക്കി അതിനെ വേറൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു സംവിധാനം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള മോഡലുകൾ, പ്രത്യേകിച്ച് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അഥവാ LLM എന്ന് വിളിക്കുന്നത്, എ ഐയുടെ ഒരു നാരോ എ ഐ, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എ ഐ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇൻ്റലിജൻസോളം എ ഐക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോഴും 2024 AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വരും എന്നുള്ള ചോദ്യത്തെക്കുറിച്ചിട്ട് വളരെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് തരാൻ മാത്രമേ എക്സ്പേർട്സിനും കഴിയുള്ളൂ. കാരണം മിക്ക ആളുകളും അത് അടുത്തൊന്നും വരില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് ടെക്നോളജിയിൽ എപ്പോഴാണ് ബ്രേക്ക് ത്രൂ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ എ ഐയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കുറച്ച് കാലഘട്ടങ്ങളിൽ അതിലേക്ക് വലിയൊരു ഇൻട്രസ്റ്റ് വരികയും അതിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും അങ്ങനെ ഒരു റൗണ്ട് ഓഫ് ഒരു ബ്രേക്ക് ത്രൂകൾ അതിലുണ്ടാവുകയും ചെയ്യും. പിന്നീട് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും കാണാതെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഫണ്ടിങ് കുറയുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയേഴ്സും ആണ് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അതിലേക്ക് വരുന്ന ഫണ്ടിങ്ങിനനുസരിച്ചാണ്. അപ്പോൾ ഫണ്ടിങ് ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ജനറൽ മൂഡിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എ ഐ പെട്ടെന്ന് വന്ന് ഇതിലൊക്കെ വലിയ മാറ്റം വരുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയും അതേസമയം ചില റോഡ് ബ്ലോക്കുകളിൽ പെട്ടിട്ട് നിൽക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഹാർഡ്വെയർ റോഡ് ബ്ലോക്കുകൾ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 15-20 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ഹാർഡ്വെയർ ബ്രേക്ക് ത്രൂകളാണ് ഇന്ന് കാണുന്ന ഈ LLMs ഒക്കെ പോസിബിൾ ആയത്. പ്രത്യേകിച്ച് CPU-യിൽ വലിയ എമൗണ്ട് GPU അഥവാ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളുള്ള CPU-കളുടെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് കൺകറൻ്റായിട്ട് NVIDIA ഒക്കെ പോലെ GPU-കൾ അധികം ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കൊക്കെ കുതിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ AI നെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു ഹൈപ്പാണ് മിക്കപ്പോഴും നമ്മളുടെ ഈ രീതിയിലുള്ള പിയേഴ്സിനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഈ ഒരു ഹൈപ്പ് ഒരു മോശം കാര്യമായി കാണേണ്ടതുമില്ല. ഇപ്പോൾ OpenAI എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ഹൈപ്പ് മെഷീനായിട്ടാണ് എക്സ്പേർട്സ് വിലയിരുത്തുന്നത്. അതേസമയം ഈ ഹൈപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും റിസർച്ച് നടത്താനും ഒക്കെ OpenAI പോലെയുള്ള കമ്പനികൾക്ക് സാധിക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ PR എന്നൊക്കെ പറയുന്ന സംഗതി സത്യത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ OpenAI ഒക്കെ പോലെയുള്ള കമ്പനികൾ. മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനികൾ. ഈവൻ മെറ്റ ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന തൊഴിലിൽ, ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, അക്കൗണ്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് ആയിരിക്കാം, ഈ രീതിയിലായി നിങ്ങളെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ലോയേഴ്സ്, വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഒരുപാട് കേസുകൾ, നിയമപുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, അവരുടെ ഒരു കേസ് പ്രസൻറ്റ് ചെയ്യാൻ ഒരു കോടതിയുടെ മുന്നിൽ. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിലും മുമ്പുള്ള നിയമപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മുൻ കോടതി വിധികളൊക്കെ വെച്ചിട്ടായിരിക്കില്ല അവർ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം പുസ്തകങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു ആവശ്യം ഒരു വക്കീലിനുണ്ടാവും ഒരു കേസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ, AI നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ കേസുകളൊക്കെ കണ്ടെത്തി അതിനെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരൊറ്റയടിക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാവും. അതായത് ആ കേസിനെ കുറിച്ചുള്ള റിസർച്ച് വളരെ എളുപ്പമാക്കാൻ AI സാധിക്കും. അതേസമയം ഒരു കോടതിയിൽ ഒരു വക്കീൽ ആർഗ്യൂ ചെയ്യുന്നത് പോലെ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ ഒരുപക്ഷെ AI കഴിഞ്ഞോളുന്നില്ല. എൻ്റെ അനിയനായിട്ടുള്ള അൻഫസിപ്പ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലീഗൽ മേഖലയിലേക്ക് എങ്ങനെ AI അപ്ലൈ എന്നാണ് അവനും അവൻ്റെ കമ്പനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ
ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിൽ ആദ്യം ഐയുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയണം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് വരും വീഡിയോസിൽ വിചാരിക്കുന്നുണ്ട്. അതായത് റിയൽ കേപ്പബിലിറ്റി എന്താണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അഥവാ LLMs എന്നുള്ളതൊക്കെ ശരിക്കും ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി ഇല്ലാതാക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെന്ന് വിചാരിക്കുക. വീഡിയോ എഡിറ്റിംഗ് വളരെ സുഗമമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു AI സിസ്റ്റം ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അത് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഭാവിയിൽ ഒരു കംപ്ലീറ്റ് വീഡിയോ എഡിറ്റിംഗ് സൊല്യൂഷൻ വരുന്ന ഒരു AI വന്നാലും അവർക്ക് അന്ന് ജോലി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ടെക്നോളജി വരുന്ന സമയത്ത് നമ്മൾ ടെക്നോളജിനോട് ഹോസ്റ്റൈലാവുകയല്ല വേണ്ടത്, പഠനത്തിലൂടെ എപ്രകാരം ആ ടെക്നോളജീനെ ഉപയോഗപ്രദമാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്കില്ലിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല AI ബേസ്ഡ് കോഴ്സുകളും ഞാൻ കാണുന്നുണ്ട്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് 6 മാസം കൊണ്ട് AI എക്സ്പെർട്ട് ആവാം, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് AI ആക്കാം. അതുപോലെ തന്നെ BTechനൊക്കെ പോകുമ്പോൾ മുമ്പ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്ഥലത്ത് BTech in AI എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിൽ പൊതുവായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം, നമ്മളെപ്പോഴും ഗ്രാജുവേഷനൊക്കെ പഠിക്കേണ്ടത് ഫണ്ടമെൻ്റൽസ് ആണ്. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് ആണെങ്കിൽ, ഇനി അതല്ല ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നതാണ് പിൽക്കാലത്ത് കരിയറിന് നിങ്ങളെ സഹായിക്കുക. അപ്പോൾ AI ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും AIയിലെ ഈ ഇന്നത്തെ ഏറ്റവും പുതിയ തിയറികളും അല്ലെങ്കിൽ ടെക്നോളജീസും ഒന്നുമല്ല. കൺവെൻഷണൽ കമ്പ്യൂട്ടർ സയൻസിലെ ഫണ്ടമെൻ്റൽസ്, ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോരിതംസും അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ കോഡ് ചെയ്യാനുള്ള കഴിവൊക്കെ ആയിരിക്കും നിങ്ങളെ മികച്ചൊരു AI റിസർച്ചറോ അല്ലെങ്കിൽ AI പ്രാക്ടീഷണറോ ആക്കുക. ഇപ്പോൾ AI റിസർച്ചാണെങ്കിൽ ഭാവിയിൽ AI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന പൊസിഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. ഇവിടെയൊക്കെ തിളങ്ങാൻ പോകുന്നത് ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഷോർട്ട് ടേം സ്കില്ലിംഗ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അധികം, അല്ലെങ്കിൽ ഷോർട്ട് ടേം സ്കില്ലിംഗ് ഒന്നും പലപ്പോഴും ഒരു പ്ലേസ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു എംപ്ലോയബിലിറ്റിക്ക് യൂസബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതാണ് നമ്മുടെ ചുറ്റുമുള്ള റിസർച്ചും നമ്മളെ കോമൺ സെൻസും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഫണ്ടമെൻ്റൽ സ്കിൽസ് ലോങ് ടേമിൽ എങ്ങനെ അക്വയർ ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ AIക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വരും വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കാണാം. താങ്ക്